എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയാ വിശേഷം? ഞാൻ മീൻ വാങ്ങിക്കാൻ പോവാട്ടോ ചന്തയിൽ. അപ്പോൾ ചെറുതായിട്ട് ഒരുങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ മേക്കപ്പ് ഒക്കെ നിങ്ങൾക്ക് കാണണ്ടേ. ആദ്യം ഞാൻ അയ്യോമേ വരുന്നില്ല അങ്ങോട്ടോ, വാടാ ഇങ്ങോട്ട്. അയ്യോ, ഇങ്ങനെ കുറച്ച് സൺസ്ക്രീൻ കുറച്ച് അത്യാവശ്യം വാരിക്കോരി ഇടും കേട്ടോ. ഇതിങ്ങനെ വാരിക്കോരി ഇടും, കാരണം നമ്മൾ പൊരിഞ്ഞുണങ്ങിയ വെയിലത്തോട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് മാത്രം പിശുക്ക് കാണിക്കേണ്ട കാര്യമില്ല, വാരി വലിച്ചിട്ടു എല്ലാം എടുത്തു കൊടുക്കും കേട്ടോ, കയ്യിലും മുഖത്തും. ഇത്ര മാത്രമല്ല, ഇതിപ്പോൾ വീഡിയോയിൽ വേണ്ടി കാണിച്ചാൽ കയ്യിലൊക്കെ ഇട്ടിട്ടേ പുറത്തിറങ്ങത്തുള്ളേ. എല്ലാവരും ഈ ചൂട് കാലത്ത് സൺസ്ക്രീൻ നല്ല പോലെ ഉപയോഗിച്ചു. എൻ്റെ മുഖത്ത് ഇത്ര മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. പിന്നെ ഇനി അടുത്തത് നമ്മുടെ ലിപ്സ്റ്റിക് ആണ്. ലിപ്സ്റ്റിക് ഇല്ലാതെ എനിക്ക് എങ്ങും പോകാൻ കഴിയില്ല. ഈ ലിപ്സ്റ്റിക് ഇടും. അടിപൊളി. ചിലപ്പോൾ ഞാൻ ഇടുമ്പോൾ ഇല്ലേ, അവിടെ എവിടെയൊക്കെ ഇച്ചിരിയൊക്കെ ആവാറുണ്ട്. എന്നാ കളറല്ലേ, അടിപൊളി കളറാ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഞാൻ ലിപ് ലൈനർ വെച്ചിട്ടല്ല വരയ്ക്കാറ്. ഞാൻ വരയ്ക്കുന്നത് ലിപ്സ്റ്റിക്ക് തന്നെ വെച്ചിട്ട് ഞാനിങ്ങനെ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെ വരയ്ക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു എന്താ ഭംഗി തോന്നുക. ഇത് വെച്ച് വരയ്ക്കുമ്പോൾ കുറച്ചുകൂടെ കളറിൽ ഇങ്ങനെ രണ്ട് സൈസ് കളറാട്ടോ. രണ്ടും ഒരേ കളറല്ല, രണ്ടും രണ്ട് കളറാണേ. അപ്പോൾ മുഖത്തെ മേക്കപ്പ് അത്രയേ ഉള്ളൂ. ലിപ്സ്റ്റിക്ക് തന്നെ, അല്ലാതെ വേറെ പ്രത്യേകിച്ച് മേക്കപ്പ് ഒന്നുമില്ല. ബ്ലഷ് ഇടും കേട്ടോ, ബ്ലഷ് ഇടും. ഞാൻ കാണിച്ചു തരാം. ഇനി മുടിയും കൂടെ ഒന്ന് കെട്ടിയിട്ട്, മുടിയൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് ഇപ്പം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമ്മുടെ കുഞ്ഞാണ്ടി ക്ലിപ്പുകൾ അങ്ങോട്ട് പറക്കി വെക്കുക. അയ്യോ, ഇരിക്കുന്നില്ല ഗൈസ്. ഇതൊക്കെ കാണണോ അല്ലേ? ഇത്ര വേണം, ഇത്ര മതി. എന്നിട്ട് ബ്ലഷ് ഇടും. ഇതിപ്പോൾ ഞാൻ മീൻ ചന്തയിൽ പോകാൻ വേണ്ടി ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ആധികാരികമായിട്ട് ഞാനൊരു എന്താ കുറച്ചുകൂടെ എല്ലാം കുറച്ചുകൂടെ മേക്കപ്പൊക്കെ ചെയ്യുന്ന ഒരു വീഡിയോ ഇടാം കേട്ടോ. ഇതിപ്പോൾ ജസ്റ്റ് വെറുതെ ഒന്ന് മീൻ വാങ്ങിക്കാൻ പോകല്ലേ, ഇത്രയൊക്കെ മതി. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മേക്കപ്പ്. ഇങ്ങനെയാണ്, ഇത്രയേ ഉള്ളൂ എൻ്റെ മേക്കപ്പ്. പ്രത്യേകിച്ച് ചുണ്ട് കെയർ ചെയ്യുന്നത് എങ്ങനെയാണ്, ചുണ്ട് പൊട്ടാതെ നോക്കണ്ടേ എങ്ങനെയാണ്, എൻ്റെ ചുണ്ടല്ലെങ്കിൽ ഒരു പാടോ തൊലി ഇങ്ങനെ പൊട്ടിയിരിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടതെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ.